തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ രംഗത്തെത്തിയിരിക്കുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ എത്തിച്ച KSRTC ഡ്രൈവർക്ക് ചികിത്സ വൈകിച്ചു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ കുന്നംകുളം പന്നിത്തടത്താണ് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചത്. റെഡ് സോണിൽ ബെഡ് ഇല്ലാത്തതിനാൽ 45 മിനിറ്റോളം ഈ KSRTC ഡ്രൈവറെ സ്ട്രെച്ചറിൽ തന്നെ കിടത്തുകയായിരുന്നു. ചികിത്സ വൈകിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഇത് സർക്കാർ ആശുപത്രിയല്ലേ എന്ന് ജീവനക്കാർ ചോദിച്ചുവെന്നും ആംബുലൻസ് ഡ്രൈവർ പറയുന്നുണ്ട്. തുടർന്ന് രോഗിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയാണ് ചികിത്സ ഉറപ്പാക്കിയത്. കുറച്ച് ക്രിട്ടിക്കലായ കാരണം നമ്മൾ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. KSRTC ഡ്രൈവർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നമ്മളൊരു 1:30-2 മണിയാണ് ട്രെയിൻ അവിടെ എത്തുമ്പോൾ. അവിടെ എത്തിയപ്പോൾ നേരെ കാഷ്വാലിറ്റി ബൈസ്റ്റാൻഡർ ആരും ഇല്ല. ഞാൻ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടേഴ്സൊക്കെ ഉറങ്ങാം. ഒരാൾ മാത്രമേ എണിച്ചിരിക്കണുള്ളൂ. അപ്പോൾ നമുക്കത് കണ്ടിട്ട് നമുക്ക് തീരെ പറ്റുന്നില്ല. കാരണം ഇവരൊന്നും നോക്കുന്നില്ല, ഒന്നും ചെയ്യണില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അവർ റെഡ് സോണി കൊണ്ടുപോകുന്നു. റെഡ് സോണി കൊണ്ടുപോയിട്ടും അവിടെ വെറുതെ കെടുപ്പന്നെ ബെഡില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നിർത്തിക്കുക അവർ. കാഷ്വാലിറ്റി നമ്മളവരെ വർത്താനം ഉണ്ടാക്കിയിട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവർ പറയുന്നത് 2 മിനിറ്റ്. അപ്പം ഞാൻ ചോദിച്ചു ഇയാളുടെ അവസ്ഥ ഇത്ര മോശമായിട്ട് എന്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഡോക്ടർ അവിടുത്തെ സ്റ്റാഫുകൾ. അപ്പം നമ്മുടെ റിസ്കിൽ തന്നെയാണ് നമ്മൾ വേഗം നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ അമ്പലേക്ക് കൊണ്ടുപോയി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി സാനു K സജീവാണുള്ളത്. സാനു, ഇത് തൃശൂർ മെഡിക്കൽ കോളേജിൽ എന്നല്ല, ഒരു ആതുരാലയത്തിലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. എന്താണ് സംഭവം? എന്തൊക്കെയാണ് ഈ ആംബുലൻസ് ഡ്രൈവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? രാഖി, ഇന്ന് പുലർച്ചെ തൃശൂർ പന്നിത്തടത്തെ KSRTC ബസും അതേപോലെ തന്നെ മത്സ്യം കയറ്റി വന്ന ലോറിയും കൂടെ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നു. 14 പേർക്കോളം ഈ അപകടത്തിൽ പരിക്കേൽക്കുന്നു. 4 പേർക്ക്, അതായത് KSRTC ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഇവരെ കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ആദ്യം ഈ ആംബുലൻസിൽ എത്തിക്കുകയാണ്. എന്തായാലും ഈ KSRTC ഡ്രൈവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം പരിക്ക് ഗുരുതരമായതിനാൽ എത്രയും വേഗം അടിയന്തര ശസ്ത്രക്രിയ അടക്കം നിർദ്ദേശിച്ചുകൊണ്ടാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഈ ഡ്രൈവർ രാജേഷിനെ അടക്കം മാറ്റുന്നത്. എന്തായാലും തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം ഉണ്ടായതെല്ലാം പിന്നീട് വലിയ വിവാദമായിരിക്കുകയാണ്. അതായത് തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗിയെ എത്തിച്ച ശേഷം 45 മിനിറ്റോളം ഈ KSRTC ഡ്രൈവർ രക്തം വാർന്ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ കിടക്കേണ്ടി വന്നു എന്നാണ് ഈ ഡ്രൈവറുമായി എത്തിയ ആംബുലൻസിലെ ഡ്രൈവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് രക്തം ഛർദ്ദിക്കുകയും അതേപോലെ തന്നെ ചെവിയിലൂടെയും മൂക്കിലൂടെയൊക്കെ രക്തം വരികയും ചെയ്തതിനെ തുടർന്ന് ഈ ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള ചെറുപ്പക്കാരൻ ഈ ആശുപത്രിക്കുള്ളിൽ കയറി ഡോക്ടർമാരോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ ഉണർന്നിരുന്നിരുന്നത്. ബാക്കി എല്ലാവരും സമീപത്തെ ടേബിളുകളിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ KSRTC ഡ്രൈവറായിട്ടുള്ള രാജേഷിനെ അടിയന്തരമായിട്ട് ചികിത്സിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണർന്നിരുന്ന ഡോക്ടർ നൽകിയിട്ടുള്ള മറുപടി ഇത് സർക്കാർ ആശുപത്രിയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഈ ആംബുലൻസ് ഡ്രൈവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ചികിത്സ കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി KSRTC അധികൃതരെ ഈ ഡ്രൈവർ തന്നെ, അതായത് ആംബുലൻസ് ഡ്രൈവർ തന്നെ വിവരം അറിയിക്കുകയും KSRTC ഉദ്യോഗസ്ഥർ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ ആ രോഗിയുമായിട്ട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും, ഞങ്ങൾ അവിടേക്ക് എത്താം എന്നൊരു നിർദ്ദേശം കൊടുക്കുകയുമായിരുന്നു. എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ ഈ ആംബുലൻസ് ഡ്രൈവറുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ വേണം ഈ രോഗിയെ കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിക്കുകയും എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ മനോധൈര്യം കൊണ്ട് ഈ രാജേഷ് എന്ന KSRTC ഡ്രൈവറുമായിട്ട് അദ്ദേഹം തൊട്ടു സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. എന്തായാലും സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അടിയന്തര ശസ്ത്രക്രിയ അടക്കം ഈ രോഗിക്ക് നൽകി ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും സാധാരണക്കാരിൽ ആയിട്ടുള്ളവരെല്ലാവരും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഗുരുതര വീഴ്ചയുടെ അവസാനത്തെ ഉദാഹരണം കൂടിയാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. രാഖി, ഇത് സംബന്ധിച്ച് എന്താണ് സൂപ്രണ്ടിന്റെ എന്തെങ്കിലും പ്രതികരണം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നോ? എന്താണ് ഈ ആശുപത്രി അധികൃതർ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് സാനു? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലെ സൂപ്രണ്ട് പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ വലിയ വിവാദമായിരിക്കുന്നു, വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. അതേപോലെ തന്നെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൃശ്ശൂർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ ആക്ഷേപങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് മലപ്പുറം അതേപോലെ തന്നെ പാലക്കാട് ജില്ലകളിലുള്ള ക്യാൻസർ രോഗികളുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. ഇവിടെ ഈ ക്യാൻസർ രോഗികൾക്കുള്ള സ്കാനിങ്ങിനടക്കം മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു എന്നടക്കമുള്ള ആരോപണം
ഈ ക്യാൻസർ രോഗികളുടെ ഭാഗത്തു നിന്നും അവരുടെ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആശുപത്രിയിൽ ഡേറ്റ് നൽകാതിരിക്കുക, പുറത്ത് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതികേട്, അതായത് വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ വരുത്തിയിട്ടാണ് പലരും പോയിട്ട്, അല്ലെ വലിയ സാമ്പത്തികമൊക്കെ മുടക്കിയിട്ടാണ് വെളിയിൽ പോയി സ്വകാര്യ ലാബുകളിൽ പോയി ടെസ്റ്റ് നടത്തിയിട്ട് പോലും ആശുപത്രി വന്ന് അതിന്റെ റിസൾട്ട് കൊടുത്താൽ അത് നോക്കാൻ പോലും തയ്യാറാവാത്ത ചില ഡോക്ടർമാരും ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ KSRTC ഡ്രൈവർ, ഈ അപകടത്തിൽപ്പെട്ട ഡ്രൈവറെ കൃത്യസമയത്ത് ചികിത്സിക്കാതെ വന്ന സംഭവം വലിയ വിവാദവും വലിയ പ്രതിഷേധത്തിനുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. യുവജന സംഘടനകളടക്കം ഈ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. രാഖി, തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെയാണ് മറ്റൊരു ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഗുരുതര ആരോപണവുമായി എത്തിയിരിക്കുന്നത് ആംബുലൻസ് ഡ്രൈവറാണ്.